ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേ രഞ്ജിത തൻ്റെ മരണമാണെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഒരു പോക്കങ്ങ് പോയി. ഈ സമയത്ത് ഭർത്താവ് അവിടെ വിഷമിച്ച് നിൽക്കുക. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സുമിത്ര കേട്ടോ. നിങ്ങൾ എന്താ ഈ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ച് സുമിത്ര ചാടി അങ്ങ് എഴുന്നേൽക്കുന്നു. അപ്പോൾ അമ്മ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിച്ച ഒരാളാണ്. അതിൻ്റെ എല്ലാം ടെൻഷനും അതുപോലെ സ്ട്രെസ്സും അമ്മയുടെ തലയിൽ ഇപ്പോഴും ഉണ്ട്. എല്ലാവരും കൂടെ ഉള്ളത് കൊണ്ട് അമ്മ അതൊന്നും അറിയുന്നില്ലെന്ന് മാത്രമാണെന്ന് പറഞ്ഞു. അപ്പം അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതാണെന്ന് സുമിത്ര അന്നേരം മക്കളോട് പറയുന്നു. ആ ഡോക്ടർക്ക് തെറ്റുപറ്റിയെന്നും നിങ്ങൾ ആരും വിചാരിക്കുന്നത് പോലെ എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞത് കൊണ്ട് മാത്രമൊന്നും അല്ലമ്മേ ഞങ്ങളിങ്ങനെ തീരുമാനിച്ചത്. ആലോചിച്ചു നോക്കിയപ്പോൾ അതാണ് ശരിയെന്ന് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ടാണെന്ന് അനിരുദ്ധ് പറയുന്നു. പ്രതീഷിനോടും ശീതളിനോടും സച്ചിനോടും എല്ലാം ഞാൻ ഈ കാര്യം സംസാരിച്ചു. അവർക്കെല്ലാവർക്കും താല്പര്യമാണ്. അവർക്കൊക്കെ ഇതൊരു മടിയില്ല എന്ന് പറഞ്ഞു. അമ്മ പെട്ടെന്നൊരു തീരുമാനം പറയണമെന്നൊന്നുമില്ല. സാവധാനം ആലോചിച്ച് അമ്മ ഒരു തീരുമാനം അറിഞ്ഞാൽ മതിയെന്ന് പ്രതീക്ഷ അമ്മയോട് പറഞ്ഞു. ഇനി അമ്മ ഒറ്റയ്ക്കാകാൻ പാടില്ല എന്ന് അനിരുദ്ധ് സുമിത്രയോട് പറയണു. അമ്മയ്ക്കൊരു കൂട്ടുണ്ടായേ പറ്റുന്നു. സുമിത്ര ഇങ്ങനെ നോക്കും അപ്പോൾ ഇവരെയൊക്കെ. അപ്പം അതിനൊരു വിവാഹം അല്ലാതെ വേറൊരു വഴിയില്ല എന്ന് പറഞ്ഞപ്പം നിർത്തടാ എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര ഇങ്ങനെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് എങ്ങനെ ഇതെന്നോട് പറയാൻ ധൈര്യം വന്നു എന്ന് സുമിത്ര ചോദിക്കും കേട്ടോ. ഇനി മേലിൽ ഈ കാര്യം എന്നോട് നിങ്ങൾ സംസാരിച്ചു പോകരുത്. പറഞ്ഞത് മനസ്സിലായോ? എൻ്റെ പ്രതീക്ഷയും സ്വപ്നങ്ങളും എല്ലാം എൻ്റെ മക്കളും കൊച്ചുമക്കളും മാത്രമാണ്. അതിനിടയിൽ ഞാനിനൊരു വിവാഹം കഴിക്കാനും ഞങ്ങൾക്കൊക്കെ എത്ര കാലം അമ്മയ്ക്കൊപ്പം നിൽക്കാൻ പറ്റും? അതുമാത്രമല്ല അമ്മയുടെ കാര്യത്തിൽ അടുത്തിടപെടാനും കൂടെ നിൽക്കാനും ഒക്കെ ഞങ്ങൾ മക്കൾക്കും മരുമക്കൾക്കും ഒക്കെ ഒരു പരിധിയില്ലേ അമ്മയെന്ന് ചോദിച്ചു. സുമിത്ര ഇങ്ങനെ നേരം നോക്കുക കേട്ടോ. എന്നാൽ അമ്മ ഒരു വിവാഹം കഴിച്ച അമ്മയുടെ ജീവിതത്തിൽ വരുന്ന ആൾ അമ്മയ്ക്ക് എല്ലാ രീതിയിലും ഒരു തണലാവില്ലേ എന്ന് ചോദിച്ചപ്പം ഇത്രയും കാലം എൻ്റെ ജീവിതത്തിൽ അവഗണനയും അധിക്ഷേപവും മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ആകെ ആശ്വസിച്ചതേ 3 മക്കളെ കിട്ടിയപ്പോഴാണെന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര കഴിഞ്ഞു പോയ കാലത്തെ പറ്റിയൊക്കെ മക്കൾക്ക് മുന്നിൽ നിന്ന് സംസാരിക്കുക. പിന്നെ അവർക്ക് വേണ്ടിയാ ഇത്രയും കാലം ഞാൻ ജീവിച്ചത്. അവർക്ക് വേണ്ടിയാ ഞാൻ ഇങ്ങനെയെങ്കിലും നിൽക്കുന്നത്. ഒടുവിൽ എൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോയി മറ്റൊരു സ്ത്രീക്ക് വേണ്ടി. അവിടെയും ഞാൻ പൊരുതി നിന്നു. പിന്നീട് എൻ്റെ ജീവിതത്തിലേക്ക് രോഹിത് വന്നപ്പോഴാണ് എനിക്കൊരു ജീവിതം ഉണ്ടായത്. ആ രോഹിത്തിനെ മറന്ന് ഇനിയൊരു ജീവിതത്തിന് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് സുമിത്ര തറപ്പിച്ച് പറയാം. അപ്പം അത് കേട്ട് ഇവരിങ്ങനെ നോക്കുക കേട്ടോ. ഇനി ആരും ഇക്കാര്യം ഈ വീട്ടിൽ സംസാരിച്ചു പോകരുതെന്ന് അടിവരയിട്ട് അവസാന താക്കീത് നൽകി നമ്മുടെ സുമിത്ര. അഥവാ ഇനി സംസാരിച്ചാൽ പിന്നെ ഈ ശ്രീനിലയത്തിൽ ഞാനുണ്ടാവില്ല എന്ന് സുമിത്ര പറയണം. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ആകെ പേടിയായിട്ടോ. ആരും പിന്നെ ഒന്നും മിണ്ടില്ല. നിങ്ങൾ ആരും പിന്നെ എന്നെ കാണുകയില്ല എന്നും സുമിത്ര തറപ്പിച്ചങ്ങ് പറഞ്ഞു. അപ്പം അമ്മ ഇത്രയ്ക്ക് ഇതായിട്ട് പറയുന്നത് കൊണ്ട് മക്കൾക്ക് ആകെ വിഷമമായി. സുമിത്ര പറഞ്ഞിട്ട് അങ്ങ് കയറിപ്പോയി. മക്കളെല്ലാവരും വിഷമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞ് മുറിയിൽ പോയിരിക്കുക നമ്മുടെ സുമിത്ര സങ്കടത്തോടെ. അപ്പോഴേക്കും പൂജയും അതുപോലെ തന്നെ അനന്യയും കൂടെ അങ്ങോട്ടേക്ക് കയറി വന്നു. എന്തിനാ വന്നതെന്ന് ചോദിച്ചു സുമിത്ര. എന്നിട്ട് ഇവരിങ്ങനെ മുഖം കുനിച്ച് നിൽക്കുക. അപ്പോൾ അവർ പറഞ്ഞു വിട്ടതാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വിട്ടതൊന്നുമല്ല, പക്ഷേ അവിടെ പറഞ്ഞത് ഞങ്ങളും കേട്ടു എന്ന് അനന്യ സുമിത്രയോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞതിൽ തെറ്റില്ലെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എന്ന് പൂജ പറഞ്ഞപ്പം മതി സംസാരിച്ചത്, പോകാൻ പറഞ്ഞു മുറിയിൽ നിന്ന്. നിങ്ങൾ ആരും പറയുന്നത് എനിക്കൊന്നും കേൾക്കണ്ട. ഇനി ഒരു അക്ഷരം പോലും നിങ്ങൾ രണ്ടുപേരും എന്നോട് മിണ്ടി പോകരുതെന്ന്. എന്നെക്കുറിച്ച് നിങ്ങൾ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നതെന്ന് സുമിത്ര ചോദിക്കും കേട്ടോ. അതോ നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോയി കഴിയുമ്പോൾ ഞാനിവിടെ ഒറ്റപ്പെടും എന്ന് തോന്നലുകൊണ്ടാണോ നിങ്ങൾ ഈ പറയുന്നത് എന്നൊക്കെ സുമിത്ര ഇങ്ങനെ ചോദിക്കുന്നു. ഇവരാരും ഒന്നും മിണ്ടുന്നില്ല. ഈ വലിയ വീടിനുള്ളിൽ എല്ലാവരും ഉണ്ടായിട്ടും ഒറ്റപ്പെട്ട് ജീവിച്ചവളാണ് ഞാൻ. എനിക്ക് ഏത് സാഹചര്യത്തിലും ജീവിക്കാം. ഇനി അങ്ങോട്ട് ഒറ്റയ്ക്ക് ജീവിക്കാനും എനിക്ക് ഒരു മടിയുമില്ല. എനിക്ക് ആരുടെയും കൂട്ട് ആവശ്യമില്ല. ഏതോ ഒരു ഡോക്ടർ എന്തോ വിഡ്ഢിത്തരം പറഞ്ഞു എന്ന് വെച്ച് ഒരു കല്യാണാലോചനയും കൊണ്ട് വന്നിരിക്കുന്നു, ഇറങ്ങിക്കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര ഇങ്ങനെ പറയുമ്പോൾ ആൻറ്റി ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരാളാണ് ആൻറ്റി. ആരോഗ്യമൊക്കെ പോയി തുടങ്ങി, പഴയതുപോലെയല്ല. പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണമെന്ന് അനന്യ പറയണു. അപ്പോൾ സുമിത്ര ഇങ്ങനെ നോക്കുക കേട്ടോ. ആൻറ്റിയുടെ ഉള്ളിൽ ഒരു വലിയ ഹൈപ്പർ ടെൻഷൻ ഉണ്ടെന്നും അത് ആൻറ്റി പോലും അറിയുന്നില്ല. ഏത് സമയത്തും എന്തും സംഭവിക്കാവുന്ന ഒരവസ്ഥയിലൂടെയാണ് അത് കടന്നു പോകുന്നത്. അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അനന്യ വ്യക്തമാക്കി കൊടുക്കുക. അപ്പം നിന്ന നിൽപ്പിൽ മയങ്ങി വീണതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് നാൾ അമ്മ ഞങ്ങൾക്കൊപ്പം ജീവിക്കണമെന്ന് പൂജ. അങ്ങനെ ഒരുപാട് കാലമൊന്നും ജീവിക്കണമെന്ന് ഒരാഗ്രഹവും എനിക്കില്ല എന്ന് സുമിത്ര നേരം പൂജയോട് പറയുക. ജീവിക്കുന്ന കാലത്തോളം എനിക്ക് ജീവിച്ചാൽ മതിയെന്നും പറഞ്ഞു. അപ്പോൾ മക്കൾക്കും മരുമക്കൾക്കും ഒക്കെ ആൻറ്റിയുടെ കൂടെ നിൽക്കുന്നതിൽ
ചില സമയത്ത് ചില പരിമിതികളൊക്കെ ഉണ്ട്. പക്ഷേ കൂടെയുള്ള ജീവിത പങ്കാളിയാകുമ്പോൾ അവിടെ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കൂടെ എന്നൊക്കെ ചോദിച്ച് ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ സരസ്വതി അമ്മ അങ്ങോട്ടേക്ക് വന്നു. എന്താണ് ആലോചിക്കണമെന്ന് നീയൊക്കെ ഇവളോട് പറയുന്നതെന്നും ചോദിച്ച്. അപ്പോഴേക്കും സരസ്വതി അമ്മ പുറകിൽ വന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ ഇവരൊന്ന് ടെൻഷനായി. ഇവർക്ക് പേടിയായിട്ടോ. സരസ്വതി അമ്മയല്ലേ ആള്. ഓടിക്കേറി അകത്തേക്ക് വന്നിട്ട്, ഇവളുടെ 3ാം കല്യാണമോ? ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതിന് സമ്മതിക്കില്ല. ഒന്ന് കെട്ടി അത് രണ്ടു പാത്രമായി, അടുത്തത് കെട്ടി അവൻ ചത്തു. ഇനി ഒരുത്തൻ്റെ ജീവിതം കൂടി കുളം തോണ്ടണോ എന്ന് സരസ്വതി അമ്മ ചോദിക്കാം. സുമിത്രേ, നീ ഇത് ഒരു കാലത്തും സമ്മതിക്കരുതെന്ന് സരസ്വതി അമ്മ പറഞ്ഞു. നിന്റെ മക്കൾക്കും മരുമക്കൾക്കും വേറെ ഒരു ജോലിയില്ലാത്തത് കൊണ്ടാ. നാട്ടുകാർ കേട്ടാലേ നിന്നെ ചീത്ത പറയും. ഇറങ്ങി പോയിനടി, 2 ബ്രോക്കർമാർ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ ഭയങ്കരമായിട്ട് ഒച്ച വെക്കുക. എന്നിട്ട് ഇങ്ങനെ വാന്നും പറഞ്ഞുകൊണ്ട് അനന്യ പൂജയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അവർ രണ്ടുപേരും കൂടെ അങ്ങ് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ സുമിത്ര അവിടെ നിന്ന് ഇങ്ങനെ കരയുവാട്ടോ. അപ്പോൾ ദേ സുമിത്രേ, അവർ പറയുന്നത് കേട്ട് നീയെങ്ങും ചാഞ്ചാടി പോയേക്കരുതെന്ന് സരസ്വതി അമ്മ സുമിത്രയോട് പറയുന്നു. അപ്പോൾ എനിക്കൊരു ചാഞ്ചാട്ടവും ഇല്ല എന്ന് സുമിത്ര. രോഹിത്തിനെ മറന്ന് ഇനി മറ്റൊരു വിവാഹം കഴിക്കാൻ എനിക്ക് പറ്റത്തേ ഇല്ലെന്നുള്ള കാര്യം സുമിത്ര സരസ്വതി അമ്മയോട് പറയാം. ഇനി ഇക്കാര്യം ഇവിടെ സംസാരിക്കരുതെന്ന് അമ്മ തന്നെ അവരോട് പറയണമെന്ന് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞു സരസ്വതി അമ്മ. എന്നിട്ട് സുമിത്ര അങ്ങ് പോയി. എന്തായാലും ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ. സുമിത്രയെ അങ്ങ് വിവാഹം കഴിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുന്നത്? ഇവളുടെ ജാതകത്തിൽ ശരിക്കും എത്ര കല്യാണം ഉണ്ടെന്ന് ആ ജ്യോത്സ്യനെ കൊണ്ടൊന്ന് നോക്കിക്കണം എന്ന് സരസ്വതി അമ്മ. അങ്ങനെ ജ്യോത്സ്യനെ കൊണ്ട് സുമിത്രയുടെ ജാതകം നോക്കിയിട്ട് ആ ഒരു കാര്യത്തിന് തീർപ്പ് വരുത്താൻ നമ്മുടെ സരസ്വതി അമ്മ നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് സ്വരമോളെ ആട്ടോ. സ്വരമോൾ ഇങ്ങനെ അവിടെ ഇരുന്ന് ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പപ്പ കൈ നിറയെ സമ്മാനങ്ങളുമായിട്ട് വന്നു. അപ്പോഴേക്കും അനന്യയും അനിരുദ്ധും ഒക്കെ അങ്ങോട്ടേക്ക് വന്നേ. ആ സമയം ഇത് കണ്ടോ, ഇത് മോൾക്ക് പപ്പ കൈ നിറയെ വാങ്ങിച്ചുകൊണ്ട് വന്നോ, നോക്കിക്കേന്ന് പറഞ്ഞു. അങ്ങനെ ഇതെല്ലാം കാണിച്ചു കൊടുത്തപ്പോൾ കൊച്ചിന് ഭയങ്കര സന്തോഷം. അപ്പോൾ എൻ്റെ മോളുടെ മുഖത്ത് ഇപ്പോഴും ആ പഴയ സന്തോഷമൊക്കെ തിരിച്ചു വന്നതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രതീക്ഷ നേരം കൊച്ചിനെ നോക്കിക്കൊണ്ട് പറയുക. വാന്നും പറഞ്ഞിട്ട് കൊച്ചിനെ എടുത്ത് കുറേ ഉമ്മയൊക്കെ കൊടുത്ത് സ്നേഹത്തോടെ നമ്മുടെ പ്രതീക്ഷ ചേർത്ത് പിടിക്കുക. അപ്പോൾ പ്രതീക്ഷിന് മോളെപ്പോൾ കാണുമെന്ന് തോന്നിയാലും ഞങ്ങൾ അവളെ കൊണ്ടുവരാമെന്ന് അനന്യ അന്നേരം പറഞ്ഞു കേട്ടോ. അപ്പോൾ നിൻ്റെ പാട്ടിൻ്റെ ജീവിതത്തിലേക്ക് നീ തിരിച്ചു വരണമെന്നും പറഞ്ഞുകൊണ്ട് പ്രതീക്ഷിനോട് ഇവർ രണ്ടുപേരും പറഞ്ഞും കൊടുത്തു. അപ്പോൾ ശരിയാ പ്രതീക്ഷ, ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരിച്ചു പിടിക്കണം എന്ന് പറയുമ്പോൾ പ്രതീക്ഷിന് വല്ലാതെയായി. പ്രതീക്ഷിന് വേണ്ടിയല്ല, സ്വരമോൾക്ക് വേണ്ടിയാണ് അതെന്നും പറഞ്ഞുകൊണ്ട് അനന്യ ഇങ്ങനെ പറഞ്ഞു. പ്രതീക്ഷിൻ്റെ പാട്ട് കേട്ട ഒരുപാട് ആൾക്കാർ സന്തോഷിച്ചിരുന്നില്ലെന്ന് ചോദിച്ചു. ആ നാളുകൾ ഇനിയും ഉണ്ടാകണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അതിനൊക്കെ വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു പ്രതീക്ഷ. അടുത്ത ആഴ്ച ചെന്നൈ വരെ ഞാനൊന്ന് പോകുന്നുണ്ട്. ഒരു പഴയ സുഹൃത്ത് ഒരു സിനിമയ്ക്ക് വേണ്ടി മ്യൂസിക് കമ്പോസ് ചെയ്തു. അതിലെ ഒരു സോങ് എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രതീക്ഷ പറയാം. അപ്പോൾ അത് മതിയെന്ന് അനിരുദ്ധും പറഞ്ഞു. അങ്ങനെ ഇവരുടെ ജീവിതം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നീ പിടിച്ചു കയറണമെന്നും ഒരു പുതിയ ജീവിതം നിനക്കും ഉണ്ടാകണമെന്നൊക്കെയുള്ള കാര്യം അനിരുദ്ധ് പറഞ്ഞു. പാട്ടിൻ്റെ ലോകത്ത് ഒരുപാട് അംഗീകാരങ്ങൾ നിന്നെ കാത്തിരിപ്പുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പപ്പ പാട്ട് പാടുമെന്ന് സ്വരമോള് ചോദിച്ചു കേട്ടോ. അപ്പോൾ പപ്പയുടെ പാട്ട് മോള് കേട്ടിട്ടില്ലല്ലോ, പപ്പ എനിക്കൊരു പാട്ട് പാടി തരുമോ എന്ന് സ്വരമോള് ചോദിച്ചു കേട്ടോ. അപ്പോൾ പിന്നീടാവട്ടെ മോളെ എന്ന് പറഞ്ഞു. പപ്പ പാടിത്തരാട്ടോ എന്ന് പ്രതീക്ഷ. അത് പറ്റത്തില്ല, ഇപ്പം തന്നെ പാടിത്തരണം എന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞിൻ്റെ ആഗ്രഹമല്ല നീ പാടിക്കൊടുക്കാൻ അനിരുദ്ധ് പറഞ്ഞു. പപ്പ പ്ലീസ് പപ്പ എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ച്. അങ്ങനെ നമ്മുടെ പ്രതീക്ഷ സ്വരമോൾക്ക് വേണ്ടി നല്ലൊരു പാട്ടൊക്കെ അങ്ങ് പാടുവാണ്. അങ്ങനെ നമ്മുടെ പ്രതീക്ഷിൻ്റെ പാട്ട് കേട്ട് കുഞ്ഞും വീടും എല്ലാം ഇങ്ങനെ നല്ല ലയിച്ച് അങ്ങനെ ഇരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് രാത്രിയായി. നമ്മുടെ സുമിത്ര നല്ല ഉറക്കം. സുമിത്ര ഉറങ്ങുന്ന സമയത്ത് ശ്രീനിലയത്തിലേക്ക് ആ ഒരു വ്യക്തി നടന്ന് വരുന്നു. അത് വേറെ ആരും ആയിരുന്നില്ല, നമ്മുടെ രോഹിത്തായിരുന്നു. രോഹിത്ത് ഇങ്ങനെ നടന്ന് സുമിത്രയുടെ റൂമിൽ വന്ന് സുമിത്രയുടെ ബെഡിൽ സുമിത്രയുടെ അരികിൽ ഇങ്ങനെ ഇരിക്കുക. സുമിത്രയെ കുറേ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് തലയിൽ ഇങ്ങനെ പതുക്കെ തലോടി. അത് കഴിഞ്ഞപ്പോഴും സുമിത്ര നല്ല ഉറക്കമാണ്. സുമിത്രയെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ സുമിത്ര ചാടി എഴുന്നേറ്റ് ഇങ്ങനെ നോക്കുന്നു കേട്ടോ. അപ്പോൾ സുമിത്രയ്ക്ക് ഒരു നിമിഷത്തേക്ക് സ്വപ്നമാണോ എന്ന് അറിയാത്ത ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുക. രോഹിത് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇത്. അപ്പോൾ രോഹിത്തൊന്നും സംസാരിക്കുന്നില്ല. അപ്പോൾ ഇത് നേരാണോ നുണയാണോ എന്ന് അറിയാൻ വേണ്ടി സുമിത്ര രോഹിത്തിനെ ഇങ്ങനെ തൊട്ട് നോക്കി കഴിഞ്ഞപ്പോൾ ഇത് തൊടാൻ പറ്റുന്നുണ്ട്. അപ്പോൾ രോഹിത് എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു. ഞാനിപ്പോഴേ തന്നെ കാണാനാണ് വന്നത്, തന്നോട് മാത്രമായ ഒരു കാര്യം സംസാരിക്കാനാണ് ഞാൻ വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സുമിത്ര ഇങ്ങനെ നോക്കുക കേട്ടോ. തൻ്റെ വിഷമങ്ങളൊക്കെ എനിക്ക് നന്നായി മനസ്സിലാകുന്നുണ്ടെന്ന് രോഹിത് പറഞ്ഞു. അതിൽ എനിക്ക് വല്ലാത്ത സങ്കടം ഉണ്ടെന്നും പറയുന്നു. എടോ, തന്നെ വിഷമങ്ങൾക്കും സങ്കടങ്ങൾക്കും ഒരവസാനം വേണ്ടേ എന്ന് രോഹിത് സുമിത്രയോട് ചോദിക്കാം. വേണം, ഇങ്ങനെ പോയാൽ പോരാന്ന് പറഞ്ഞപ്പം എൻ്റെ സങ്കടങ്ങൾക്ക് അറുതി വരുത്താൻ ഈ ജന്മത്ത് സാധിക്കില്ല രോഹിത്. അത് രോഹിത്തിന് അറിയില്ലേ? എന്തായാലും എന്നെ കാണാൻ എൻ്റെ രോഹിത്ത് വന്നല്ലോ.
എനിക്ക് സന്തോഷമായി, എനിക്കത് മതി എന്നൊക്കെ സുമിത്ര ഇങ്ങനെ പറയുവാണ്. മരണം വരെ എനിക്ക് ഈ ഒരു ഓർമ്മ മാത്രം മതിയെന്ന് പറഞ്ഞപ്പം താൻ എന്തിനാണോ ഇങ്ങനെ നിരാശപ്പെടുന്നത് എന്ന് രോഹിത് ചോദിക്കാം. നഷ്ടപ്പെട്ടു പോയതൊക്കെ തനിക്ക് തിരിച്ചു കിട്ടിയില്ലേ എന്നിങ്ങനെ ചോദിച്ചു. തൻ്റെ മക്കള്, അതുപോലെ അവരുടെ സ്നേഹം, കുടുംബം, പിന്നെ ഈ വീട് എല്ലാം തനിക്ക് തിരിച്ചു കിട്ടിയില്ലേ എന്ന് രോഹിത് ചോദിക്കുമ്പം ഇപ്പോൾ രോഹിത്തും എൻ്റെ കൂട്ടിനുണ്ടല്ലോ എന്ന് സുമിത്ര. എനിക്ക് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞപ്പം തൻ്റെ മക്കളുണ്ടല്ലോ, തൻ്റെ നന്മ മാത്രമേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് രോഹിത് സുമിത്രയോട് പറഞ്ഞു. തനിക്കുണ്ടാകുന്ന ഈ ഏകാന്തതയും വിഷമവും ഒക്കെ അത് എത്രത്തോളമാണെന്ന് അവർക്ക് മനസ്സിലായി. താൻ എന്നും സന്തോഷമായിട്ടിരിക്കണമെന്ന് അവരാഗ്രഹിക്കും. അതിൽ തെറ്റു പറയാൻ പറ്റുമോ? അവർ മാത്രമല്ല, ഞാനും അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് രോഹിത് സുമിത്രയോട് പറയണം. അതുകൊണ്ട് താൻ മക്കൾ പറഞ്ഞ കല്യാണാലോചനയ്ക്ക് സമ്മതിക്കണം. അത് കേട്ടപ്പോൾ സുമിത്ര ഞെട്ടി. സുമിത്ര ഇങ്ങനെ രോഹിത്തിനെ ഇങ്ങനെ വല്ലാത്തൊരു രീതിയിൽ നോക്കുക കേട്ടോ. അപ്പോൾ രോഹിത് എന്തുകൊണ്ടത് പറഞ്ഞു എന്ന് സുമിത്ര ഇങ്ങനെ ചിന്തിക്കുക. എന്നിട്ട് സുമിത്ര ചാടി എഴുന്നേറ്റ് പോയി ഭയങ്കര കരച്ചിൽ. എടോ, താൻ ഈ ജീവിതത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കാമെന്നുള്ള ധൈര്യമൊന്നും തനിക്ക് വേണ്ട, തനിക്കതിന് കഴിയില്ല, തനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഒരു കൂട്ട് വേണം എന്ന് രോഹിത് സുമിത്രയോട് പറയുക. ഇത് കേട്ട് സുമിത്രയ്ക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. രോഹിത് തന്നെയാണ് ഈ പറയുന്നതെന്ന് ഓർത്ത്. അപ്പോൾ അത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, മറിച്ച് ചിലപ്പോൾ വീണു പോയാലേ താങ്ങാൻ ഒരാൾ വേണം. ഇപ്പോൾ അങ്ങനെ ഒരാൾ തനിക്കില്ല. അതുകൊണ്ടാണ് അതിന് തൻ്റെ മക്കൾ കൊണ്ടുവന്ന ഈ ഒരു ആലോചന ഒരു തടസ്സവും കൂടാതെ താൻ സമ്മതിക്കണമെന്ന് പറഞ്ഞപ്പോൾ രോഹിത് എന്തൊക്കെയാണ് പറയുന്നത്, എനിക്കതിനൊന്നും പറ്റില്ല എന്ന് നമ്മുടെ സുമിത്ര തറപ്പിച്ചു പറഞ്ഞു. രോഹിത്തിനെ മറന്നൊരു ജീവിതം, ഈ ജന്മം എനിക്കിനി ഇല്ല എന്നും സുമിത്ര രോഹിത്തിനോട് പറയുന്നു. അപ്പോൾ എനിക്കറിയാം തനിക്ക് എന്നെ ഒരിക്കലും മറക്കാനാവില്ല എന്ന്. എടോ, പക്ഷേ ഞാൻ തൻ്റെ കൂടെ തന്നെ ഇല്ലേ, പിന്നെന്താന്ന് ചോദിച്ചു. സുമിത്ര വാവിട്ട് കരയോ അപ്പോഴത്തേക്കുവേ. ഞാൻ തൻ്റെ കൂടെ തന്നെയുണ്ട്, താൻ വിഷമിച്ചാൽ എനിക്ക് വിഷമാവില്ലേ? അത് എത്രമാത്രം എനിക്ക് സങ്കടമാകുമെന്ന് തനിക്കറിയാവോ? ഞാൻ പറഞ്ഞല്ലോ താൻ ഈ വിവാഹത്തിന് സമ്മതിക്കണം. ഇല്ല രോഹിത്, ഞാനതിന് സമ്മതിക്കില്ല, എനിക്കതിന് കഴിയില്ല, എന്നെക്കൊണ്ട് അതിന് പറ്റില്ല രോഹിത് എന്നും പറഞ്ഞ് സുമിത്ര ഭയങ്കര കരച്ചിൽ. അപ്പോഴത്തേക്ക് നമ്മുടെ രോഹിത് സുമിത്രയുടെ കയ്യിലേക്ക് രണ്ടിലും ചേർത്ത് ഇങ്ങനെ പിടിച്ച് താനതിന് സമ്മതിക്കണമെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുവാണ്. സുമിത്രേ, ഈ വിവാഹം നടന്നേ പറ്റൂ. അങ്ങനെ രോഹിത് സുമിത്രയെ പറഞ്ഞു നിർബന്ധിക്കുക. അപ്പോഴത്തേക്കും രോഹിത്തിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്ന് നമ്മുടെ സുമിത്ര ഭയങ്കര കരച്ചിൽ. പെട്ടെന്ന് രോഹിത് അപ്രത്യക്ഷിതമായി. പെട്ടെന്ന് സുമിത്രയുടെ സമനില തെറ്റിയതുപോലെ സുമിത്ര ഇങ്ങനെ മുറി മുഴുവൻ ഇങ്ങനെ അരിച്ചു പറക്കി നോക്കുക, പക്ഷെ ആരെയും കണ്ടില്ല. സുമിത്ര മുറിയിൽ നിന്ന് കുറേ കരഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം അപ്പവും പൂജയും കൊച്ചും എല്ലാവരും കൂടെ ചേർന്ന് അമ്പലത്തിലേക്ക് പോവുക. അപ്പോൾ അമ്പലത്തിൽ ചെന്നപ്പം മോളെ ഞാൻ വടക്കേ നടയിൽ കൂടെ തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞു സുമിത്ര തൊഴാനായിട്ട് അങ്ങ് പോണു. അപ്പോൾ ഞങ്ങൾ പുറത്ത് നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പുറത്ത് നിൽക്കുന്നു. അപ്പോൾ സ്വരമോൾക്ക് സ്വീറ്റ്സ് വല്ലതും വേണമെന്ന് ചോദിച്ചു അപ്പു. വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കട വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു സ്വരമോളെയും കൂട്ടി അപ്പു അങ്ങ് പോയി. സുമിത്ര ഇവിടെ നിന്ന് തൊഴുന്നു. അങ്ങനെ സുമിത്ര മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ച് തൊഴുതിങ്ങനെ നിൽക്കുന്ന സമയത്ത് പൂജ പുറത്ത് ഇവരെയും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അപ്പോഴാണ് നമ്മുടെ പങ്കജ് അതുവഴി വരുന്നത്. പങ്കജ് പൂജയെ കണ്ടു. ഇങ്ങനെ ആടി മൂടി നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പൂജയാണെങ്കിൽ ഇവനെ മൈൻഡ് ചെയ്തൊന്നുമില്ല കേട്ടോ. നീ എന്നെ ഒഴിവാക്കിയിട്ട് അവനുമായി സുഖിച്ച് ജീവിക്കാനുള്ള പുറപ്പാടിലാണല്ലേ എന്ന് ചോദിച്ചു. സമ്മതിക്കില്ല, ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. നിന്റെ മുഖം ഇനി ഇതുപോലെ ലോകത്ത് ഒരു മനുഷ്യനും കാണില്ല എന്നും പറഞ്ഞുകൊണ്ട് പറയുക. നിന്നെ കണ്ടാലേ ആളുകൾ കാറി തുപ്പും എന്നും പറഞ്ഞ് നമ്മുടെ പങ്കജ് പറയാം. എന്നിട്ട് കയ്യിലൊരു കോഴിമുട്ട ഉണ്ടായിരുന്നു. ഈ കോഴിമുട്ട എടുത്ത് നമ്മുടെ പൂജയുടെ മുഖത്തേക്ക് ഇങ്ങനെ പിടിക്കുന്നു, മുഖത്തിൻ്റെ നേരെ പിടിക്കുന്നു. അപ്പോൾ പൂജ ഇങ്ങനെ ഈ മുട്ട നോക്കുക കേട്ടോ പേടിയോടെ. അപ്പോൾ അങ്ങനത്തെ നമ്മുടെ പൂജയുടെ മുഖം വികൃതമാകാൻ വേണ്ടിയിട്ടുള്ള ക്രൂരതയാണ് ഈ പങ്കജ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് സൂപ്പർ ഹിറ്റ് കഥയുമായിട്ട് നമ്മുടെ എപ്പിസോഡ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നന്ദി.